ഹായ്, നമ്മുടെ അനിമേ സീരീസ് തുടങ്ങുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അനിമയുടെ പുറകിലായിരുന്നു. അനിമകളെക്കുറിച്ച് അന്വേഷിക്കുകയും അനിമയെക്കുറിച്ചൊരു ഇൻട്രോ ചെയ്തിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് ജാപ്പനീസ് അനിമകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് വൺ പീസ് എന്ന് പറയുന്ന അനിമയെക്കുറിച്ചാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് പ്രേക്ഷകരെ രസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന 1000-ലധികം എപ്പിസോഡുകളായിട്ട് സീരിയലൈസ് ചെയ്ത് ഇപ്പോഴും ജനങ്ങൾ ആവേശത്തോടെ കാത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വൺ പീസിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. എയ്ച്ചിരോ ഓഡയാണ് ഈ വൺ പീസ് എന്ന് പറയുന്ന അനിമ എഴുതി ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. 1997 വീക്ക്ലി ഷോനൻ ജംപ് എന്ന് പറയുന്ന മാംഗ മാഗസിനിലാണ് ഇത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ഓഗസ്റ്റ് 2022 ആയപ്പോഴേക്കും 103 ഓളിയങ്ങൾ ഇതുവരെയായിട്ട് വൺ പീസിൻ്റെതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇതുവരെയായി ലോകം മുഴുവൻ കോടിക്കണക്കിന് പ്രേക്ഷകരെയാണ്, വായനക്കാരെയാണ്, കാഴ്ചക്കാരെയാണ് ഈ സീരീസ് സ്വന്തമാക്കിയിരിക്കുന്നത്. അബദ്ധവശാൽ ഡെവിൾ ഫ്രൂട്ട് അഥവാ ഗം ഗം ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക പഴം കഴിച്ചതിൻ്റെ ഫലമായിട്ട് ശരീരത്തിന് റബ്ബറിൻ്റെ ശേഷികൾ കൈവരിക്കപ്പെട്ട അല്ലെങ്കിൽ റബ്ബറിൻ്റെ ശേഷികൾ ഉണ്ടായ മങ്കി ഡി ലൂഫി എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഈ കഥയിലെ നായകൻ. ആ പയ്യൻ വളർന്ന് വലുതായിട്ട് പൈറേറ്റ് കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ട് മാറി. റോഡ് ഡി റോജർ എന്ന് പറയുന്ന കടൽ കൊള്ളക്കാരുടെ രാജാവ് കടലിൽ എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വൺ പീസ് എന്ന് പറയുന്ന ഒരു നിധി തേടി നടത്തുന്ന യാത്രകളാണ് ഈ വൺ പീസ് അനിമയുടെ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ ലൂഫിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ചേർന്ന് കടലിളക്കി നടത്തുന്ന സാഹസിക യാത്രകളും ആ യാത്രകൾക്കിടയിൽ ഉണ്ടാകുന്ന ഏറ്റുമുട്ടലുകളും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഈ അനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അടുത്ത കിങ് ഓഫ് പൈറേറ്റ്സ് ആയി തീരുക എന്നുള്ള ലക്ഷ്യവുമായി ലൂഫി നടത്തുന്ന ഈ യാത്രകളുടെ വൺ പീസ് എന്ന് പറയുന്ന അനിമയുടെ ആദ്യത്തെ ഒരു ഫെസ്റ്റിവൽ ഫിലിം അഡാപ്റ്റേഷൻ നടത്തിയത് പ്രൊഡക്ഷൻ IG എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു. ജപ്പാനിലെ ടോയി അനിമേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് ശരിക്കും വൺ പീസിനെ സീരിയലൈസ് ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. അവർ ഈ വൺ പീസിനെ 14 അനിമേറ്റഡ് ഫീച്ചർ ഫിലിമുകളായി അവതരിപ്പിക്കുകയും ഒരു ഒറിജിനൽ അനിമേഷൻ മൂവിയാക്കി മാറ്റുകയും 13 TV സീരീസ് സ്പെഷ്യലുകളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ തരത്തിലാണ് ഈ അനിമയുടെ പ്രശസ്തി ലോകം മുഴുവൻ പടർന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇംഗ്ലീഷിലേക്ക് ഈ വൺ പീസിനെ മൊഴിമാറ്റി അവതരിപ്പിച്ചത് വിസ് മീഡിയയും മാഡ്മാൻ എൻ്റർടൈൻമെൻറ്റും ചേർന്നിട്ടാണ്. നോർത്ത് അമേരിക്കയിലും UK യിലും ഓസ്ട്രേലിയയിലുമൊക്കെ വളരെ പ്രചാരം നേടിയെടുക്കാനായിട്ട് ഈ വൺ പീസിൻ്റെ ഇംഗ്ലീഷ് വെർഷൻസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, പല തരത്തിലാണ് ഈ വൺ പീസ് എന്ന് പറയുന്ന അനിമെ മർക്കൻഡൈസ് അതായത് വിപണനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാരക്ടറുകളെ അനുസരിച്ചുള്ള വീഡിയോ ഗെയിമുകളായിട്ടും ക്യാരക്ടർ വീഡിയോ പോസ്റ്റേഴ്സായിട്ടും ഇവരുടെ പോസ്റ്റേഴ്സ് പ്രിൻ്റ് ചെയ്ത വസ്ത്രങ്ങളായിട്ടുമൊക്കെ ലോകമാകമാനം വൺ പീസിൻ്റെ പേരിലുള്ള വലിയൊരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കൊരു അനിമയിൽ തുടങ്ങി ഈ കഥാപാത്രങ്ങളെ വിപണനത്തിനുള്ള ഓരോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച് ഈ അനിമയെ വളർത്തുന്നതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് മറ്റ് തലത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം കൂടിയാണ് ഈ കമ്പനികൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. വൺ പീസിനെ മാംഗയുടെ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് അനിമെ എന്നാണ് പറയപ്പെടുന്നത്. ജപ്പാനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വൺ പീസിൻ്റെ പല വോളിയങ്ങളും ജപ്പാനിൽ പുതിയ റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകളും ഇത് നേടിയിട്ടുണ്ട്. 2015-ലും 2022-ലും ഫസ്റ്റ് വോളിയം പ്രിൻ്റ് ഔട്ടിൽ റെക്കോർഡ് സ്ഥാപിക്കുവാനായിട്ട് ഈ വൺ പീസ് എന്ന് പറയുന്ന മാംഗയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2008 മുതൽ 2018 വരെ തുടർച്ചയായി 11 വർഷക്കാലം ഈ മാംഗയുടെ സെയിൽസിൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിച്ച മാംഗയും വൺ പീസായിരുന്നു. ഇതുകൂടാതെ തന്നെ തുടർച്ചയായി 10 വർഷം എല്ലാ വോളിയങ്ങളും 3 മില്യൺ കോപ്പികൾ വീതം വിറ്റഴിച്ചതിൻ്റെ റെക്കോർഡും വൺ പീസിൻ്റെ പേരിലാണ്.
ഇതുകൂടാതെ 100 വോളിയങ്ങളും ഇതുവരെ ഇറങ്ങിയ 100 വോളിയങ്ങൾ 1 മില്യൺ കോപ്പി വീതം വിറ്റഴിച്ചു എന്ന മറ്റൊരു റെക്കോർഡ് കൂടി വൺ പീസ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുവരെ ലോകത്താകമാനം 516.5 മില്യൺ കോപ്പികൾ 61 രാജ്യങ്ങളിലായിട്ട് വിറ്റു തീർത്തു എന്നുള്ള ഒരു വലിയ റെക്കോർഡ് സ്ഥാപിച്ച് ഈ അനിമകളുടെ ചരിത്രത്തിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് ഈ വൺ പീസ് എന്ന് പറയുന്ന അനിമെ നിലവിലുള്ളത്. റെഡ് ഹെയർഡ് ഷങ്ക്സ് എന്നറിയപ്പെടുന്ന കടൽ കൊള്ളക്കാരുടെ രാജാവിനെ ആരാധിക്കുകയും അനുകരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന നായകനായിട്ടുള്ള ലൂഫി സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സ് എന്ന പേരിൽ ഒരു കടൽ കൊള്ളക്കാരുടെ സംഘം ഉണ്ടാക്കുകയും ഗോയിങ് മെറി എന്ന പേരുള്ള ഒരു കപ്പൽ സ്വന്തമാക്കി അതുമായിട്ട് വൺ പീസ് എന്നറിയപ്പെടുന്ന നിധി ശേഖരം നേടി കടൽ മുഴുവൻ യാത്രകൾ നടത്തുകയും ചെയ്തു. ഈ യാത്രകൾക്കിടയിൽ അവർ പലരുമായി ഏറ്റുമുട്ടുകയും പലരെയും തോൽപ്പിക്കുകയും ഈ തോൽപ്പിക്കപ്പെട്ടവരിൽ പലരും നമ്മുടെ ലൂഫിയുടെ സുഹൃത്തുക്കളായി തീരുകയും അവരെല്ലാവരും തന്നെ ഈ ഗോയിങ് മെറി എന്ന കപ്പലിൽ നമ്മുടെ ലൂഫിയോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായ നിധി കണ്ടെത്തുക എന്നുള്ള ദൗത്യത്തിന് കൂടെ നടക്കുകയും ചെയ്തു. ഈ യാത്രക്കിടയിൽ ഉണ്ടായ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളും കടലിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഗോയിങ് മെറി തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഫ്രാങ്കി എന്ന് പറയുന്ന മറ്റൊരാൾ 1000 സണ്ണി എന്ന് പറയുന്ന പുതിയ ഒരു കപ്പലുണ്ടാക്കി സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സിന് സമ്മാനിക്കുകയും ഈ കപ്പലുമായിട്ട് വീണ്ടും അവർ യാത്ര തുടർന്ന് വൺ പീസ് എന്ന് പറയുന്ന നിധിക്ക് പിന്നാലെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ അനിമയിലെ പ്രധാനപ്പെട്ട കഥാഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഏച്ചിറോ ഓഡയ്ക്ക് ഈ കടൽ കൊള്ളക്കാരുടെ കഥകളോടുള്ള ഇഷ്ടമൊക്കെ തുടങ്ങിയത് കുട്ടിക്കാലത്താണ്. വിക്കി ദ വൈക്കിംഗ് എന്ന് പറയുന്ന ഒരു അനിമെ വായിക്കുകയും അതോടൊപ്പം തന്നെ പല കടൽ കൊള്ളക്കാരുടെയും യഥാർത്ഥത്തിലുള്ള ജീവിത കഥകൾ വായിച്ച് ആകൃഷ്ടനാവുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ അനിമയ്ക്ക് അദ്ദേഹം ആദ്യമായി നടത്തിയ ഇല്ലുസ്ട്രേഷന് കടൽ കൊള്ളയുമായി ബന്ധപ്പെട്ടതും കടൽ കൊള്ളക്കാരുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഒരു ആശയം കടം കൊണ്ടതും അതിനെ തന്നെ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തത്. ഡ്രാഗൺ ബാൾ പോലുള്ള മാംഗ സീരീസുകൾ ഒരുപാട് ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്ന ഓഡ മറ്റൊരു മാംഗ ആർട്ടിസ്റ്റിനോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 1996 വൺ പീസ് 2 ഷോർട്ട് സ്റ്റോറികളായിട്ട് എഴുതി തുടങ്ങിയത്. ഇതിനെ റോമൻസ് ഡോൺ എന്ന പേരിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ഈ കഥകൾ എഴുതി തുടങ്ങുകയും ഇത് അദ്ദേഹം കൂടുതൽ ആസ്വദിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെയൊക്കെ ചേർക്കുകയും ചെയ്തതിനു ശേഷം 1996 ഇതിൻ്റെ 1ാം ഭാഗം വൺ പീസ് എന്ന പേരിൽ തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ 2ാം ഭാഗവും 1996 പബ്ലിഷ് ചെയ്യുകയും 1998 അത് റീപബ്ലിഷ് ചെയ്യുകയൊക്കെ ഉണ്ടായി. ഇത് പബ്ലിഷ് ചെയ്ത് പുറത്തു വന്നതോടുകൂടി തന്നെ നമ്മുടെ ഏച്ചിറോ ഓഡയ്ക്ക് ധാരാളം ആരാധകരും വായനക്കാരും ഒക്കെ ഉണ്ടാവുകയും വൺ പീസ് ഈ മാംഗ ആരാധകരുടെ ഇഷ്ടത്തിന് പാത്രമായി തീരുകയും ഒക്കെ ചെയ്തു. ഏറ്റവും രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വൺ പീസ് എന്ന് പറയുന്ന മാംഗ സീരീസ് എഴുതി ഇദ്ദേഹം വീക്ക്ലി ഷോണൻ ജമ്പ് എന്ന് പറയുന്ന ഈ മാംഗ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്യുകയും അവരിതിനെ 3 പ്രാവശ്യം റിജക്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഷൂസസ് എന്ന് പറയുന്ന ഒരു എഡിറ്ററാണ് ഈ സീരീസിനെ എഡിറ്റ് ചെയ്തെടുത്തത്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഓരോ പ്രാവശ്യം ഇത് റിജക്റ്റ് ചെയ്യപ്പെടുമ്പോഴും ഓഡ കൂടുതൽ ആവേശത്തോടെ തിരികെ പോവുകയും അതിനേക്കാൾ ആവേശത്തിൽ ഇതിനെ കറക്റ്റ് ചെയ്ത് തിരികെ വരികയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. എന്ത് തന്നെയാലും ഓഡയുടെ ആത്മവിശ്വാസമാണ് വൺ പീസ് എന്ന് പറയുന്ന ചരിത്രം തിരുത്തിയ അനിമയുടെ പിന്നിലെ പ്രേരക ശക്തിയും ചാലക ശക്തിയും. ഡെവിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഫ്രൂട്ട് സൃഷ്ടിച്ചെടുക്കുമ്പോൾ ഓഡയുടെ മനസ്സിലുണ്ടായിരുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തീകരിക്കാൻ ശേഷിയുള്ള എന്തിനെയെങ്കിലും സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു പരിണാമമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയമാണ് ഈ ഡെവിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ആ സാങ്കല്പിക പഴവും അതിലൂടെ ലൂഫി എന്ന് പറയുന്ന നായക കഥാപാത്ര കൈവരിക്കുന്ന അമാനുഷികമായിട്ടുള്ള ശക്തികളും.
ഈ ഡബിൾ ഫ്രൂട്ട് കഴിച്ച് അമാനുഷിക ശക്തികളൊക്കെ നേടിയെടുത്ത ലൂഫി ആ ശക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ശക്തിയുടെ സവിശേഷതകൾ ഉപയോഗിച്ച് നടത്തുന്ന പോരാട്ടങ്ങളെ വളരെ മനോഹരമായിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുവാൻ ഓടയ്ക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിന് ഈ കഥയോടും ആ കഥാപാത്രങ്ങളോടുമുള്ള സ്വതവേ ഉള്ള ഇഷ്ടം കൊണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വൺ പീസ് എന്ന് പറയുന്ന സീരീസിൽ പല കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോഴും സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോഴുമെല്ലാം തന്നെ ജപ്പാനിലെ ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെ പേരുകൾ ഏതെങ്കിലും തരത്തിൽ ഈ കഥാപാത്രങ്ങൾക്കോ ആ സാഹചര്യങ്ങൾക്കോ ഒക്കെ നൽകുവാൻ നമ്മുടെ ഓട ശ്രദ്ധിച്ചിരുന്നു. ഇതുകൂടാതെ ഈ വൺ പീസ് എന്ന് പറയുന്ന അനിമെ ലോക പ്രശസ്തമാവുകയും പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ഓടയുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിരുന്നത് അദ്ദേഹം ചില പദങ്ങളൊക്കെ സൃഷ്ടിച്ച് ചില പ്രയോഗങ്ങളൊക്കെ നടത്തി ഇതിനകത്ത് വെച്ചിരുന്നു. കാറ്റിൻ്റെയും മഴയുടെയും വീശിയടിക്കുന്ന മഞ്ഞിൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി എടുത്ത് വെച്ചത് മറ്റ് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ചാരുതയോ ഭംഗിയോ ഒക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ ഏത് ഭാഷയിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്യപ്പെട്ട് പോയപ്പോഴേക്കും മഞ്ഞിൻ്റെയും കാറ്റിൻ്റെയും മഴയുടെയും ഒക്കെ ശബ്ദം ഓട എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യം. ഓട ഒരു വൻ വിജയമായി ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട പറഞ്ഞത് 5 വർഷങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന തരത്തിലാണ് വൺ പീസ് അദ്ദേഹം എഴുതി തുടങ്ങിയത് എന്നാണ്. വൺ പീസ് എങ്ങനെയാണ് അവസാനിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആശയമുണ്ട്. അതെല്ലാം രൂപപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായ രചനയിലേക്ക് അദ്ദേഹം പോയത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2016 വൺ പീസ് സീരിയലൈസ് ചെയ്തു തുടങ്ങി 19 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ വൺ പീസിൻ്റെ 65% മാത്രമേ അദ്ദേഹത്തിന് അതുവരെയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൂടാതെ 2018 അദ്ദേഹം മറ്റൊരു പ്രസ്താവനയിലൂടെ ഇതിൻ്റെ 21ാം വർഷം ആഘോഷിക്കുമ്പോൾ പറഞ്ഞത് ഇതുവരെയും വൺ പീസിന് അതിൻ്റെ 80% കഥകൾ മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്നാണ്. ഇതിനെല്ലാം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം 2019 ഇതിൻ്റെ 100ാമത്തെ വോളിയൂം ഇറക്കി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ വൺ പീസ് എന്ന് പറയുന്ന കഥയുടെ തുടക്കവും ഒടുക്കവും കൃത്യമായി സൃഷ്ടിക്കുകയും അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് വെക്കുകയും എയ്ച്ചിരോ ഓഡോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2024 2025 ഈ വൺ പീസ് എന്ന് പറയുന്ന സീരീസ് അനിമെ അവസാനിക്കുമെന്ന് ഓടെ കൃത്യമായിട്ട് ഒരു പ്രഖ്യാപനവും ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇത് എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്, ഇതിലെ കഥാപാത്രങ്ങൾക്കും കഥാസന്ദർഭങ്ങൾക്കുമൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ പ്രേക്ഷകരും വായനക്കാരും ഒക്കെ വൺ പീസിൻ്റെ പിറകെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനുവരി 2021 വൺ പീസ് അതിൻ്റെ 1000ാമത്തെ ചാപ്റ്റർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വൺ പീസിൻ്റെ 25ാം വാർഷികമാണ്. ഈ 25ാം വാർഷികത്തിൽ കഴിഞ്ഞ ദിവസം വൺ പീസിൻ്റെ 1060ാമത്തെ ചാപ്റ്ററും പുറത്തു വന്നു കഴിഞ്ഞു. ഓരോ ചാപ്റ്ററുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രേക്ഷകർക്ക് കാഴ്ചക്കാർക്ക് ഇതിനോട് കൂടുതൽ ഇഷ്ടവും ആരാധനയും ആകാംക്ഷയും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വൺ പീസ് എന്ന പേരിൽ ഓട സൃഷ്ടിച്ചെടുത്ത ആ അനിമെ ലോകം മുഴുവൻ സൃഷ്ടിക്കുന്ന ചരിത്രപരമായിട്ടുള്ള ജൈത്രയാത്ര എന്ന് പറയുന്നത് ജാപ്പനീസ് അനിമകളുടെ ചരിത്രവും വളർച്ചയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. വൺ പീസ് എന്ന് പറയുന്ന അനിമെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ഈ 1060 ചാപ്റ്ററുകൾ പിന്നിട്ട് 25 വർഷങ്ങൾ കഴിഞ്ഞ വൺ പീസ് എന്ന അനിമെ അനന്തമായി നീണ്ടുപോകണമെന്ന് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെയും ആഗ്രഹം. എങ്കിൽ കൂടി ഇത് എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്, ലൂഫിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കുമൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. എയ്ച്ചിരോ ഓഡ അത്ഭുതങ്ങൾ വൺ പീസിൽ ഇനിയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും.